ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടനും ജഗതി ചേട്ടനും കൂടി അഭിനയിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 25 സിനിമകളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് പോകാം. 25ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് കളിയിലൽപ്പം കാര്യം. തിരുവനന്തപുരം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കോമഡി സീനുകൾക്ക് ഒട്ടും തന്നെ പഞ്ഞമില്ല. മോഹൻലാൽ നായകനായ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, നീലിമ, റഹ്മാൻ, ലിസി, സുകുമാരി, കെ പി ഉമർ എന്നിവർ വേഷമിട്ടിരുന്നു. അങ്ങനെ 24 നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അരം പ്ലസ് അരം = കിന്നരം. പ്രിയദർശന സംവിധാനത്തിൽ 1985 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിന്റെ വേഷത്തിൽ ലാലേട്ടൻ എത്തുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് പ്രൊപ്പറേറ്റർ വേഷത്തിലാണ് ജഗതി ചേട്ടൻ എത്തുന്നത്. ശങ്കർ, ലിസി, മണിയമ്പിള്ള രാജു, ശ്രീനിവാസൻ, തിലകൻ എന്നുള്ള ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. 23ാമതായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. 1986 പ്രിയദർശന സംവിധാനത്തിൽ ഇറങ്ങിയ ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ ലാലേട്ടൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ വേഷത്തിലാണ് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജഗതി ചേട്ടനാണെങ്കിലും ഒരു പോലീസുകാരന്റെ വേഷത്തിലും. അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കോമഡി രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്രൈം കോമഡി ത്രില്ലർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഒരു കൊലപാതകവും അതിന് ചുറ്റിപ്പറ്റിയിട്ടുമാണ് ഇതിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. 22ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രം സുഗമോ ദേവി. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് വേണു നാഗപള്ളിയാണ്. സണ്ണി എന്ന പേരുള്ള ഒരു കഥാപാത്രമായിട്ടാണ്, ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ വേഷമാണ് നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാലേട്ടന്റെ സുഹൃത്തായ വിനോദ് എന്ന് പറയുന്ന ഒരു വേഷത്തിലാണ് ജഗതി ചേട്ടൻ വരുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ ജഗതി ചേട്ടൻ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് കോമഡിയും കാര്യങ്ങളും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അദ്ദേഹത്തിന്റെ സെന്റിമെന്റ് സീനുകളാണ്. 21ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിത്രമാണ് താളവട്ടം. 1986 പ്രിയദർശന സംവിധാനത്തിൽ പുറത്തിറങ്ങിയ താളവട്ടം എന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു മാനസിക രോഗിയുടെ വേഷത്തിൽ നടത്തുന്നത്. അതുപോലെ ജഗതി ചേട്ടൻ വരുന്നത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ വേഷത്തിലും. ഇവരെ കൂടാതെ കാർത്തിക, ലിസി, സോമൻ, നെടുമുടി വേണു, മുകേഷ് ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.